നമസ്കാരം. സമാധാന ചർച്ചകളെ തൃണവൽക്കരിച്ചുകൊണ്ട് ലെബനിൽ അധിനിവേശം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ജൂൺ 2-3 തീയതികളിൽ വാഷിംഗ്ടണിലെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുത്ത വട്ട സമാധാന ചർച്ചകൾ നടക്കാനിരിക്കെയാണ് അപ്രതീക്ഷിതമായ ഈ കടന്നുകയറ്റം ഉണ്ടായത്. ഏപ്രിൽ 17 മുതൽ മേഖലയിൽ താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ട് എങ്കിലും അത് പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേലിന്റെ ഈ നടപടികൾ. ചർച്ചകളിൽ മുൻതൂക്കം നേടാനായുള്ള ഇസ്രായേലിന്റെ തന്ത്രമാണ് ഇത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്തായാലും തന്ത്രപ്രധാനമായ ബോഫോർട്ട് കോട്ട സൈന്യം പിടിച്ചെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും ശക്തമായ നീക്കത്തിലൂടെ തെക്കൻ ലെബനിലെ തന്ത്രപ്രധാനമായ ബോഫോർട്ടാണ് കോട്ട വരെ ഇരച്ചു കയറിയത്. ലിതാനി നദി കടന്ന് ഇസ്രായേൽ സൈന്യം ലെബനൻ ഭൂപ്രദേശത്തിന്റെ ഉള്ളിലേക്ക് നടത്തിയ ഏറ്റവും വലിയ മുന്നേറ്റം കൂടിയാണിത്. മേഖലയിലെ ശക്തമായ പോരാട്ടവും വ്യോമാക്രമണങ്ങളും തുടരുന്നതിനിടയിലാണ് ഞായറാഴ്ച ഇസ്രായേൽ സൈന്യം ഈ വിവരം അവകാശപ്പെടുന്നത്. നബാത്തിയ നഗരത്തിനു സമീപം കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന 9 നൂറ്റാണ്ട് പഴക്കമുള്ള ക്രൂസേഡർ കോട്ട സൈനികപരമായി ഏറെ പ്രാധാന്യമുള്ളതാണ്. ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ട പിടിച്ചെടുത്തതോടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കൃത്യമായ നിരീക്ഷണം നടത്താനും സൈനിക മേധാവിത്വം സ്ഥാപിക്കുവാനും ഇസ്രായേലിന് സാധിക്കും. കോട്ടയ്ക്ക് മുകളിൽ ഇസ്രായേൽ പതാക ഉയർത്തിയതായും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സ്ഥിരീകരിച്ചു. ഇസ്രായേൽ പൗരന്മാർക്ക് നേരെയുള്ള ഹിസ്ബുള്ളയുടെ ഭീഷണി ഇല്ലാതാക്കാനും അവരുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനുമാണ് ഈ ഓപ്പറേഷൻ എന്ന്. ആവശ്യമെങ്കിൽ സൈനിക നടപടി ഇനിയും വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 2-നാണ് നിലവിലെ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം ആരംഭിച്ചത്. യുഎസും ഇസ്രായേലും ചേർന്ന് ഇറാന് നേരെ ആക്രമണം നടത്തിയതിന് പ്രതികാരമായി ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ റോക്കറ്റുകൾ തൊടുത്തുവിട്ടതോടെയാണ് സംഘർഷം കടുത്തത്. മുൻപ് 1982-ൽ ഇസ്രായേൽ ഈ കോട്ട പിടിച്ചെടുത്തിരുന്നു എങ്കിലും 2000-ൽ അവർ ഇവിടെ നിന്ന് പിന്മാറിയിരുന്നു. ലെബനിലെ 4ാമത്തെ വലിയ നഗരമായ ടയർ, നബാത്തിയ എന്നിവിടങ്ങളിൽ താമസക്കാരോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകാനാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായ യുദ്ധത്തിൽ ലെബനൻ 3350-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 10 ലക്ഷത്തിലധികം ആളുകൾ ഭവനരഹിതരാകുകയും ചെയ്തിരുന്നു. മറുവശത്താകട്ടെ ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണങ്ങളിൽ 25 ഇസ്രായേൽ സൈനികരും 2 സാധാരണക്കാരും കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. ഒളിഞ്ഞിരുന്ന് ആക്രമണം നടത്താൻ സാധിക്കുന്ന ഫൈബർ ഒപ്റ്റിക്കൽ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഹിസ്ബുള്ള ഇസ്രായേൽ സൈന്യത്തിന് തിരിച്ചടി നൽകിയത്. പുതിയ സൈനിക നീക്കങ്ങളെ കുറിച്ചോ ഹിസ്ബുള്ളയോ ലെബനോൻ സർക്കാരോ ഇതുവരെയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഒഴിഞ്ഞുപോകാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടതോടെയാണ് മേഖലയിൽ വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള വംശീയ മാനുഷിക പ്രതിസന്ധിക്ക് സാധ്യതയുണ്ട് എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇനി എന്താകും ലെബനൻ വിഷയമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.